വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയ ജീവനക്കാരെ കൊണ്ട് വിലാപകാവ്യം രചിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും സർക്കാരിന് പൂർണ്ണ അവഗണനയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. അടിയന്തര പ്രമേയ അവതരണ നോട്ടീസ് ചർച്ചയിലും നിയമസഭയിൽ നിറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട്. ആനുകൂല്യങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നു എന്ന് ആരോപിച്ച് പണിമുടക്ക് നടത്തുന്ന ജീവനക്കാർക്ക് പിന്തുണയുമായാണ് പ്രതിപക്ഷ നിയമസഭയിൽ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസ് രൂപേണ കൊണ്ടുവന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച PC വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് ചോദിച്ചത് ഇങ്ങനെ: വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? രാജസദസ്സിലെ വിദൂഷകരോട് വാഴ്ത്തുപാട്ടുകാരെ പ്രതിപക്ഷ നേതാവ് ഉപമിച്ചു. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശവും നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നമുക്കിങ്ങനെ പഴയ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം വാഴ്ത്തുപാട്ടുമായിട്ട് വരികയാണ്. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ നൽകുകയും അത് പിന്നീട് മറക്കുകയും ചെയ്യുന്ന UDFന്റെ ശൈലിയല്ല ഇടതുമുന്നണിക്കെന്ന് ധനമന്ത്രിയുടെ മറുപടി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയും സർക്കാർ ആലോചിക്കുകയാണെന്നും ധനമന്ത്രി. അഷ്വേർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് മാറ്റമില്ല. ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാകുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ്. ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുന്നതിനെ പറ്റി ഒരക്ഷരം ധനമന്ത്രി പറഞ്ഞില്ലെന്നതും പ്രതിപക്ഷം ആരോപിച്ചു. വിഷയത്തിൽ ഭരണാനുകൂല യൂണിയനുകളുടെ പ്രതിഷേധം പുറത്തു നടക്കുമ്പോഴാണ് സഭയ്ക്കകത്ത് വിഷയം ആളിക്കത്തിയത്. ജനം, തിരുവനന്തപുരം.